ഇന്ന് നമ്മൾ കാണാൻ പോകുന്നത് 2011 റിലീസ് ചെയ്ത ഒരു കനേഡിയൻ ഫൗണ്ട് ഫുട്ടേജ് ഹൊറർ മൂവിയാണ്. ചിത്രത്തിന്റെ പേര് ഗ്രേവ് എൻകൗണ്ടേഴ്സ്. അപ്പൊ നമുക്ക് ഒട്ടും തന്നെ സമയം കളയാതെ ഈ ഒരു സൂപ്പർ നാച്ചുറൽ ഹൊറർ ചിത്രത്തിന്റെ മുഴുവൻ കഥ കണ്ടാലോ? അതിനു മുൻപ് നിങ്ങൾ എന്റെ ഈ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനായിട്ടും മറക്കരുത്. തൊട്ടടുത്തുള്ള ബെല്ലൈക്കണും കൂടി ഒന്ന് ക്ലിക്ക് ചെയ്യുക. ഗ്രേവ് എൻകൗണ്ടേഴ്സ് എന്ന പാരനോർമൽ റിയാലിറ്റി ടെലിവിഷൻ പ്രോഗ്രാമിന്റെ പ്രൊഡ്യൂസർ ആയിട്ടുള്ള ജെറി ഹാർട്ട്ഫീൽഡിനെ കാണിച്ചുകൊണ്ടാണ് ചിത്രം തുടങ്ങുന്നത്. ഇതാണ് നമ്മുടെ ചിത്രത്തിലെ കഥാനായകൻ ലാൻസ്. ഗ്രേവ് എൻകൗണ്ടേഴ്സിന്റെ അവതാരകനും സംവിധായകനും പാരനോർമൽ ഇൻവെസ്റ്റിഗേറ്റർ എല്ലാം ലാൻസ് തന്നെയാണ്. നായകന്റെ ക്രൂ മെമ്പേഴ്സ്, ഒക്കൾട്ട് സ്പെഷ്യലിസ്റ്റ് ആയിട്ടുള്ള സാക്ഷ, ടെക്നിക്കൽ എക്സ്പേർട്ട് മാറ്റ്, പിന്നെ ക്യാമറമാൻ ജാക്ക്, ലാൻസിന്റെ പാരനോർമൽ ഇൻവെസ്റ്റിഗേഷൻ അസിസ്റ്റന്റ് ആയിട്ടുള്ള ജെയിംസ്, ഇവരൊക്കെയാണ്. ഗ്രേവ് എൻകൗണ്ടേഴ്സ് എന്ന ഈ പ്രോഗ്രാമില് അവര് മൊത്തം 5 എപ്പിസോഡ്സ് ഷൂട്ട് ചെയ്ത് കഴിഞ്ഞു. അതൊരു 72 മണിക്കൂറുള്ള വീഡിയോ ആണ്. ഇപ്പൊ അവര് 6ാമത്തെ എപ്പിസോഡ് ഷൂട്ട് ചെയ്യാനായിട്ട് അബാൻഡൻ ആയിട്ടുള്ള ഒരു ഹോണ്ടഡ് അസൈലത്തിലേക്ക് വന്നിരിക്കുകയാണ്. കോളിംഗ്വുഡ് എന്ന ഈ ഒരു ഹോസ്പിറ്റല് 80 ഏക്കറിലായിട്ട് മൊത്തം 6 കെട്ടിടങ്ങളാണ്. 1895 മുതൽ 1960 വരെ മൊത്തം 80,000 പേഷ്യൻസിനെ ഇവിടെ ചികിത്സിച്ചിരുന്നു. എന്നാൽ 60s പെട്ടെന്നൊരു ദിവസം ഈ ഒരു ഹോസ്പിറ്റല് അടച്ചുപൂട്ടി. പിന്നീട് 63 രാത്രി സമയങ്ങളില് ഈ കെട്ടിടങ്ങളിലെ പല ഭാഗത്തായിട്ട് ആളുകള് പ്രേതങ്ങളെ കണ്ടിരുന്നു. പേഷ്യൻസിന്റെ ചിരിക്കുന്ന ശബ്ദങ്ങള്, അലർച്ചകള്, ബിൽഡിങ്ങിലെ പല സാധനങ്ങളും തനിയെ പറന്നു പോകുന്നതൊക്കെ കണ്ട് ആളുകൾ ഒത്തിരി പേടിക്കാൻ തുടങ്ങി. അപ്പോ ആളുകൾ പറയുന്നത് പോലെ എന്ത് അമാനുഷികാണ് ഈ ഒരു ഹോണ്ടഡ് അസൈലത്തിലുള്ളതെന്നറിയണ്ടേ? ലാൻസും ടീമും ഇന്നൊരു രാത്രി 8 മണിക്കൂർ ഈ ബിൽഡിങ്ങിനകത്ത് ചെലവഴിക്കാൻ പോവാണ്. രാത്രി സമയങ്ങളിലെ ആ കെട്ടിടത്തിനകത്തുള്ള അമാനുഷികമായ കാര്യങ്ങളൊക്കെ റെക്കോർഡ് ചെയ്യാൻ. അതിലും പ്രധാനപ്പെട്ട ഒരു കാര്യം, 8 മണിക്കൂർ കഴിയാതെ അവര് തന്നെ വിചാരിച്ചാലും അവർക്ക് ആർക്കും തന്നെ പുറത്തേക്ക് ഇറങ്ങാൻ കഴിയില്ല. ആ ബിൽഡിങ്ങിലെ എല്ലാ ഡോറും പുറത്തു നിന്ന് ലോക്കായിരിക്കും. പ്രത്യേകിച്ച് അതൊരു പഴയ മെന്റൽ ഹോസ്പിറ്റലാണ്. അതുകൊണ്ട് അതിനകത്തു നിന്ന് അത്ര പെട്ടെന്നൊന്നും പുറത്തേക്ക് രക്ഷപ്പെടാൻ കഴിയില്ല. ഇതാണ് ഈ ടൗണിലെ ലോക്കൽ ഹിസ്റ്റോറിയൻ മോർഗൻ. പുള്ളിക്കാരനാണ് ഈ ഒരു അസൈലത്തെ കുറിച്ചുള്ള ഫുൾ ഡീറ്റെയിൽസും നായകന് പറഞ്ഞു കൊടുക്കുന്നത്. ന്യൂറോ സർജൻ ആയിരുന്ന ഡോക്ടർ ഫ്രീഡ്കിൻ ആയിരുന്നു ഈ ഒരു ഹോസ്പിറ്റലിന്റെ ഹെഡും എല്ലാ കാര്യങ്ങളും കൺട്രോൾ ചെയ്തിരുന്നത്. ഡോക്ടർ ഫ്രീഡ്കിൻ ഇവിടെ ചികിത്സയിലായിരുന്ന 140 പേർക്ക് തലച്ചോറിലെ എക്സ്പെരിമെന്റൽ സർജറീസ് ചെയ്തിരുന്നു. ടൗണിലുള്ള പല അസൈലങ്ങളിലും പേഷ്യൻസിന്റെ എണ്ണം ക്രമാതീതമായിട്ട് കൂടിയതിനെ തുടർന്നാണ് ഇത്രയും വലിയൊരു അസൈലം പണി കഴിപ്പിച്ചത്. കാരണം ആ ഒരു സമയത്ത് പേഷ്യൻസിന് വേണ്ട ട്രീറ്റ്മെന്റ് അല്ലെങ്കിൽ അവർക്ക് വേണ്ട മെഡിസിൻസ് ഒന്നും തന്നെ കണ്ടെത്തിയിരുന്നില്ല. ഇങ്ങനെ മാനസിക നില തെറ്റിയവരെ പലപ്പോഴും നാണക്കേട് കൊണ്ട് ഇവിടെ കൊണ്ട് ഉപേക്ഷിക്കുകയാണ് ചെയ്തിരുന്നത്. പേഷ്യൻസിന്റെ റിലേറ്റീവ്സ് ആരും തന്നെ പിന്നീട് അവരെ തെരഞ്ഞു വരാറില്ല. അങ്ങനെ ഒരു ദിവസം സെല്ലിൽ അടച്ചിട്ടിരുന്ന 6 പേഷ്യൻസ് പുറത്തേക്ക് രക്ഷപ്പെട്ട് ഡോക്ടർ ഫ്രീഡ്കിനെ അതിക്രൂരമായി തന്നെ കൊന്നുകളഞ്ഞു. ഈ ഒരു വാർത്ത ആകെ സ്പ്രെഡ് ആയതോടുകൂടിയാണ് പെട്ടെന്നൊരു ദിവസം ഈ ഹോസ്പിറ്റല് അടച്ചുപൂട്ടിയത്. അടുത്തതായി ഈ കെട്ടിടത്തിന്റെ ഇപ്പോഴത്തെ കെയർ ടേക്കർ ആയിട്ടുള്ള കെന്നി അവരെ അസൈലത്തിനകത്തേക്ക് കൂട്ടിക്കൊണ്ടുപോയി. മുകൾ നിലയിലെ ഈ ഒരു വിൻഡോ പുള്ളിക്കാരൻ ഡെയിലി ലോക്ക് ചെയ്തിട്ടാണ് പോകുന്നത്. പക്ഷേ പിറ്റേന്ന് വന്ന് നോക്കുമ്പോ വിൻഡോ തനിയെ തുറന്നു കിടക്കുന്നുണ്ടാവും. ഇത് കേട്ട നായകനും ടീമും ആ ഒരു സ്ഥലം ഹോട്ട്സ്പോട്ട് ആയിട്ട് മാർക്ക് ചെയ്യുന്നുണ്ട്. രാത്രിയാവുമ്പോ പ്രേതം ജനാല തുറക്കുന്നത് വീഡിയോ എടുക്കാലോ. അവിടെയുള്ള ചുമരിലൊക്കെ പേഷ്യൻസ് ഏതാണ്ടൊക്കെ കുറിച്ച് എഴുതി വെച്ചിരുന്നു. അതെന്താന്ന് അവർക്ക് മാത്രമേ അറിയുള്ളൂ. അടുത്തതായിട്ട് കെന്നി അവിടെയുള്ള ബാത്റൂമിലേക്ക് അവരെ കൊണ്ടുപോയി. പലരും ഈ ടബിൽ നിന്ന് വെള്ളം നിറഞ്ഞു പോകുന്ന ശബ്ദം കേട്ടിട്ടുണ്ട്. ശബ്ദം മാത്രമല്ല, വെള്ളം നിറഞ്ഞു പോകുന്നതായും പലരും കണ്ട് പേടിച്ചിട്ടുണ്ട്. എന്നാൽ ഇത്ര വർഷങ്ങളായി കെന്നി ഇവിടെ ജോലി ചെയ്യുന്നു. താനങ്ങനെ ഒരു ശബ്ദങ്ങളും കേട്ടിട്ടില്ല. അതിനുശേഷം കെന്നി അവരെ ആ കെട്ടിടത്തിനകത്ത് ആളുകള് പ്രേതങ്ങളെ കണ്ടെന്ന് പറയപ്പെടുന്ന ടണലിനകത്തേക്ക് കൊണ്ടുപോയി. ഈ ഒരു ടണല് മൊത്തം 6 ബിൽഡിംഗ്സുമായിട്ട് കണക്റ്റഡ് ആണ്. പക്ഷേ വഴിയറിയാതെ പെട്ടത് തന്നെയാണ്. ഒരു ദിവസം കെന്നി ഈ തുരങ്കത്തിനകത്തു നിന്ന് എന്തൊക്കെയോ ശബ്ദങ്ങളൊക്കെ കേട്ട് അത് ചെക്ക് ചെയ്യാനായിട്ട് ടണലിനകത്തേക്ക് വന്നു. അങ്ങനെ ഒരു സ്ഥലത്തെത്തിയപ്പോ നല്ല തണുത്ത കാറ്റ് വീശുന്നത് പോലെ തുരങ്കത്തിലെ ഒരു ഭാഗത്ത് മാത്രം നല്ല ഫ്രീസിംഗ് ആയിരുന്നു. ആ ഇരുട്ടില് തന്നെ ആരോ നോക്കിക്കൊണ്ട് നിൽക്കുന്നത് പോലെ കെന്നിക്ക് അന്ന് തോന്നിയിരുന്നു. ഇത്രയൊക്കെ കാര്യങ്ങളാണ് കെന്നിക്ക് അവരോട് പറയാനുള്ളത്. ഈ ഒരു കെട്ടിടത്തിലെ റെനോവേഷൻ വർക്കൊക്കെ ഏറ്റെടുത്ത് ചെയ്തിരുന്നത് മിസ്റ്റർ ഗ്രേ ആയിരുന്നു. ജോലിക്ക് വന്ന അന്ന് മുതലേ അവരെന്തൊക്കെയോ വിചിത്രമായ ശബ്ദങ്ങൾ കേട്ടിരുന്നു. ഒരാള് തനിച്ച് നടന്നു പോവാണെങ്കിലും ഏതോ ഒരു അദൃശ്യ ശക്തി അവരെ തള്ളിയിടും, ചിലപ്പോ മാന്തും. നോക്കുമ്പോ ആ ഇടനാഴിയില് അവര് തനിച്ചായിരിക്കും. പിന്നെ ജോലിക്കാരുടെ
വീട്ടിലുടെ പല സാധനങ്ങളും കാണാതാവാൻ തുടങ്ങി. ഒരു ദിവസം വർക്ക് ചെയ്തോണ്ടിരിക്കുമ്പോ ഒരു ജോലിക്കാരനെ എന്തോ ഒന്ന് ഏണിന്ന് താഴേക്ക് തള്ളിയിട്ടു. ഈ ഒരു സംഭവത്തിന് ശേഷം പിന്നീട് ആരും തന്നെ ജോലിക്ക് വരാനായിട്ട് തയ്യാറായിരുന്നില്ല. അടുത്തതായി ലാൻസ് അവിടുത്തെ ഗാർഡനറെ ഇന്റർവ്യൂ എടുക്കുന്നുണ്ട്. പുള്ളിക്കാരനാണെങ്കിൽ ആദ്യമായിട്ടാണ് ഇങ്ങോട്ട് ജോലിക്ക് വന്നിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ പുള്ളിക്കാരൻ പ്രേതത്തിനെ ഒന്നും കണ്ടിട്ടില്ല. എന്നാൽ നായകനാണെങ്കിൽ അയാൾക്ക് കുറച്ച് പണമൊക്കെ കൊടുത്ത് നുണ പറയാനായിട്ട് ഒത്തിരി നിർബന്ധിക്കുന്നുണ്ട്. അങ്ങനെ പണം വാങ്ങിച്ച അയാളും താൻ 10 വർഷമായിട്ട് ഇവിടെ ജോലി ചെയ്യുന്നു, പേഷ്യൻസിന്റെ കരച്ചിൽ കേൾക്കാറുണ്ട്, ദാ അവിടെ പ്രേതത്തെ കണ്ടെന്നൊക്കെ പറഞ്ഞ് ചൂണ്ടിക്കാണിച്ചു കൊടുത്തു. ഇതാണ് ലാൻസിന്റെ ഇൻവെസ്റ്റിഗേഷൻ അസിസ്റ്റന്റ് ജെയിംസ്. പ്രേതാത്മാക്കളുടെ സാന്നിധ്യം തിരിച്ചറിയാനും അവരുമായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാനൊക്കെ നായകനെ സഹായിക്കുന്നത് ജെയിംസ് ആണ്. ജെയിംസ് നേരെ അസൈലത്തിലെ ബാത്റൂമിനകത്തേക്ക് ചെന്നിട്ട് പറയും, ഇവിടെ എന്തോ ഒരു നെഗറ്റീവ് എനർജി ഉണ്ടല്ലോ, എനിക്കത് ഫീൽ ചെയ്യാൻ കഴിയുന്നുണ്ട്, ഇവിടെ ഒരു പെൺകുട്ടിയുടെ ആത്മാവുണ്ട്. ഇത് കേട്ട് ലാൻസ് ആകെ ഷോക്കായിട്ട് നിൽക്കാണ്. ജെയിംസ് എല്ലാ കാര്യങ്ങളും കറക്റ്റ് ആയിട്ട് പറയുന്നുണ്ട്. ഈ ഒരു സമയത്ത് കട്ട് പറഞ്ഞ് ലാൻസും ജെയിംസും ചിരിക്കാൻ തുടങ്ങി. സത്യം പറഞ്ഞ ഇതൊക്കെ ഇവരുടെ ഷോയുടെ പ്ലാനിംഗ് ആണ്. ജെയിംസ് ഒരു ഫേക്ക് സൈക്കിക് ആണ്. പുള്ളിക്കാരൻ ഈ പ്രേതത്തെ കാണാനോ കമ്മ്യൂണിക്കേറ്റ് ചെയ്യാനുള്ള കഴിവൊന്നുമില്ല. ഇതൊരു ഫേക്ക് ആയിട്ടുള്ള പ്രോഗ്രാമാണ്, അല്ലാതെ ഇവര് ഇതുവരെ ഒരു പ്രേതത്തിനെ പോലും കണ്ടിട്ടില്ല. അങ്ങനെ അന്ന് രാത്രിയായി. ലാൻസ് ഉൾപ്പെടെ മൊത്തം 5 പേരാണ് 8 മണിക്കൂർ ഈ ബിൽഡിങ്ങിനകത്ത് സ്പെൻഡ് ചെയ്യാൻ പോണത്. ടീമിലെ ടെക്നിക്കൽ എക്സ്പേർട്ട് മാറ്റ് ബിൽഡിങ്ങിന്റെ പല ഭാഗങ്ങളിലെ ക്യാമറ ഫിക്സ് ചെയ്യുന്നുണ്ട്. ശേഷം ബിൽഡിങ്ങിന്റെ കെയർ ടേക്കർ ഹോസ്പിറ്റലിന്റെ മെയിൻ ഡോറ് പുറത്തുനിന്ന് ലോക്ക് ചെയ്യാൻ പോവാണ്. നാളെ രാവിലെ 6 മണിക്ക് മാത്രമേ പുള്ളിക്കാരൻ ഈ ഡോറും തുറന്ന് അവർക്ക് പുറത്തേക്ക് ഇറങ്ങാൻ കഴിയുള്ളൂ. കെന്നി അവിടെ നിന്ന് പോയതിനു ശേഷം 1-2 മണിക്കൂർ കഴിഞ്ഞിട്ടും ബിൽഡിങ്ങിലെ പല ഭാഗത്ത് വെച്ചിരുന്ന ഒരു ക്യാമറയിൽ പോലും അമാനുഷികമായ ഒന്നും തന്നെ കാണാൻ കഴിഞ്ഞില്ല. അതുകൊണ്ട് തന്നെ ആളുകള് പ്രേതങ്ങളെ കണ്ടു എന്ന് പറഞ്ഞ പല സ്ഥലങ്ങളിലേക്ക് ക്യാമറയും കൊണ്ട് പോകുന്നുണ്ട്. എന്നിട്ടും ഒരു രക്ഷയില്ല. ഈ ഒരു സമയത്ത് സാക്ഷ EVP എന്ന ഡിവൈസ് കൊണ്ട് ആത്മാക്കളോട് സംസാരിക്കാൻ ട്രൈ ചെയ്തോണ്ടിരിക്കുകയാണ്. എന്നാൽ ഒരു രക്ഷയില്ല, യാതൊരു പ്രതികരണവുമില്ല. ഈ ഒരു സമയത്ത് ലാൻസ് പല ഭാഗത്തേക്ക് ചെന്ന് കുറച്ചധികം ഫോട്ടോസ് എടുക്കുന്നുണ്ട്. അതൊരു സാധാരണ ക്യാമറയല്ല, നമുക്ക് കണ്ണുകൾ കൊണ്ട് കാണാൻ കഴിയാത്ത പല രൂപങ്ങളും ആ ക്യാമറയിൽ പതിഞ്ഞിട്ടുണ്ടാവും. ലാൻസും മറ്റു 3 പേരുമാണ് പ്രേതത്തെ തെരഞ്ഞ് അകത്തേക്ക് പോയിരിക്കുന്നത്. മാറ്റ് ആണെങ്കിൽ ഈ ബിൽഡിങ്ങിനകത്ത് വെച്ചിരിക്കുന്ന ക്യാമറയിൽ അമാനുഷികമായ എന്തെങ്കിലും ഉണ്ടോന്നറിയാനായിട്ട് മെയിൻ ഹാളിലിരുന്ന് അതൊക്കെ ചെക്ക് ചെയ്തോണ്ടിരിക്കുകയാണ്. മറുവശത്ത് ലാൻസും ടീമും താഴെയുള്ള തുരങ്ക പാതയിലേക്ക് ചെന്നു. അപ്പോ ജെയിംസ് പറയുന്നുണ്ട്, ഇവിടെ എന്തോ ഡാർക്ക് എനർജി ഉണ്ട്, കുറെ ആത്മാക്കളുടെ സാന്നിധ്യം തനിക്ക് ഫീൽ ചെയ്യാൻ കഴിയുന്നുണ്ട്. ജെയിംസ് ഒടുക്കത്തെ അഭിനയാണ്. ഈ ഒരു സമയത്ത് ആ തുരങ്കത്തിനുള്ളിലെ ഒരു മുറിക്കുള്ളിൽ നിന്ന് എന്തൊക്കെയോ ശബ്ദങ്ങൾ കേൾക്കുന്നുണ്ടായിരുന്നു. ആകെ ഭയന്നു പോയ അവരെ ആ ഡോർ തുറന്നു നോക്കിയപ്പോ ആ മുറി നിറച്ച് എലികളായിരുന്നു, അല്ലാതെ പ്രേതമൊന്നുമല്ല. അവരെ 5-6 മണിക്കൂർ ആ ബിൽഡിങ്ങിനകത്ത് കറങ്ങി നടന്നിട്ടും പ്രേതത്തിന്റെ ഒരു ഫുട്ടേജ് പോലും അവർക്ക് കിട്ടിയില്ല. അതുകൊണ്ട് എല്ലാവരും ഇവിടെ പ്രേതമൊന്നുമില്ല എന്ന് പറഞ്ഞ് ഫുഡൊക്കെ കഴിച്ച് മെയിൻ ഡോറിനടുത്ത് വെയിറ്റ് ചെയ്തോണ്ടിരിക്കുകയാണ്. എല്ലാവരും ആകെ നിരാശയിലായി. ഈ ഒരു സമയത്ത് നമ്മളെ കാണിക്കുന്നുണ്ട്, കെയർ ടേക്കർ കെന്നി പറഞ്ഞതുപോലെ തന്നെ ആ വിൻഡോ അത് തനിയെ തുറക്കുന്നുണ്ട്. അത് അവരാരും തന്നെ ശ്രദ്ധിക്കുന്നില്ല. അങ്ങനെ കുറച്ചു സമയം കഴിഞ്ഞ് അവര് വീണ്ടും ക്യാമറയായിട്ട് അസൈലത്തിന്റെ പല ഭാഗങ്ങളിലേക്ക് നടക്കാൻ തുടങ്ങി. ഈ ഒരു സമയത്ത് ക്യാമറമാൻ തനിയെ കിച്ചന്റെ ഭാഗത്തേക്ക് പോയി ജാക്ക് ക്യാമറ താഴെ വെച്ച് അവന്റെ വൈഫിനോടും കുഞ്ഞിനോടും ഫോണിൽ സംസാരിക്കുന്നുണ്ട്. എന്നാൽ ആ ഒരു സമയത്ത് നമ്മളെ കാണിക്കുന്നുണ്ട്, അവിടെ ഇടനാഴിയിൽ കിടന്നിരുന്ന വീൽ ചെയർ അത് തനിയെ നീങ്ങുന്നുണ്ടായിരുന്നു. എന്നാൽ ഇക്കാര്യം ജാക്ക് കാണുന്നില്ല. അവൻ വീണ്ടും ക്യാമറയായിട്ട് തൊട്ടടുത്ത സ്റ്റോർ റൂമിലേക്ക് പോയി. അവിടെയൊക്കെ ചെക്ക് ചെയ്ത് നോക്കുന്ന സമയത്ത് പെട്ടെന്നാണ് ആ സ്റ്റോർ റൂമിന്റെ ഡോറ് പടക്കോന്ന് പറഞ്ഞ് വളരെ ശക്തിയിൽ വന്നടയുന്നത്. ജാക്കിന് അത് കണ്ട് പേടിയൊന്നും തോന്നിയില്ല. കാരണം ഇതൊക്കെ ലാൻസിന്റെ പണിയാണെന്ന് ചിന്തിച്ച് അവൻ ടീമിനെയും ചീത്ത വിളിച്ച് മുറിക്ക് പുറത്തേക്ക് ഇറങ്ങി നോക്കുമ്പോ അവിടെ ലാൻസിനെയും മറ്റുള്ളവരെയും കാണാനില്ല. ജാക്ക് ആകെ പേടിച്ചേരണ്ട് വേഗം തന്നെ ഇക്കാര്യം ലാൻസിനെ അറിയിച്ചു. ഇത് കേട്ട് ലാൻസ് ഒത്തിരി ഹാപ്പിയായി. കാരണം ഇത്ര നേരം ത്രില്ലിംഗ് ആയിട്ടുള്ള ഒരു ഫുട്ടേജ് പോലും കിട്ടിയിട്ടില്ല. ഈ മുറിക്കകത്ത് ആരെങ്കിലും ഉണ്ടോ? ഉണ്ടെങ്കിൽ എനിക്ക് എന്തെങ്കിലും ഒരു സൈൻ കാണിക്കും. എന്റെ ഫ്രണ്ടിനെ പേടിപ്പിച്ചതുപോലെ ദാ ഈ ഡോറിൽ ഒന്ന് തട്ടിയാ മതിയെന്ന് ലാൻസ് വലിയ മന്ത്രവാദിയെ പോലെ പ്രേതത്തിനോട് എന്തൊക്കെയോ സംസാരിക്കുന്നുണ്ട്. എന്നാൽ എന്ത് ചെയ്യാനാ, യാതൊരു രക്ഷയില്ല, ഒരു പ്രതികരണവുമില്ല. പെട്ടെന്നാണ് തൊട്ടടുത്ത മുറിയിൽ നിന്ന് എന്തൊക്കെയോ തട്ടിയിടുന്ന ശബ്ദം കേൾക്കുന്നത്. പിന്നെ പറയണോ, അതെന്താന്നറിയാനായിട്ട് അവര് തൊട്ടടുത്ത മുറിയിലേക്ക് ഓടി ചെല്ലുമ്പോ കാണുന്നത് ഒരു സ്ട്രക്ചർ ആരോ തട്ടി മറിച്ചിട്ടിരിക്കുന്നതാണ്. മാത്രമല്ല എന്തോ ഒന്ന് മേലെ നിലയിലൂടെ ഓടുന്ന ശബ്ദം കേൾക്കാം. അതെന്താന്നറിയാനായിട്ട് ലാൻസ് വേഗം തന്നെ മാറ്റിനെ വാക്കി ടോക്കി വഴി കോണ്ടാക്ട് ചെയ്ത് നോക്കി. മാറ്റ് ആണെങ്കില് ക്യാമറ ചെക്ക് ചെയ്ത് നോക്കിയിട്ട് അങ്ങനൊന്നും കാണാനുമില്ല. നമ്മുടെ ലാൻസിനാണെങ്കില് ഇപ്പോ മുകളിൽ ആരാ ഓടുന്നതെന്ന് അറിയണം. ഒട്ടും തന്നെ സമയം കളയാതെ അവര് മുകൾ നിലയിലെ ഇടനാഴിയിലെത്തി. സാക്ഷ EVP കൊണ്ട് പ്രേതവുമായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാനായിട്ട് ശ്രമിക്കുന്നുണ്ട്. സാക്ഷ ആ റെക്കോർഡ് ചെയ്ത ടേപ്പ് പ്ലേ ചെയ്ത് നോക്കി അവരൊത്തിരി ഷോക്കായി. കാരണം സാക്ഷ സംസാരിക്കുന്ന ശബ്ദം മാത്രമല്ല
ആരോ അലറി വിളിക്കുന്ന ശബ്ദം കൂടി അതിൽ റെക്കോർഡായിരുന്നു. അവള് ആ ഒരു ശബ്ദം അതെന്താന്നറിയാതെ ആകെ പകച്ചു നിൽക്കുന്ന നേരത്താണ് ഏതോ ഒരു അദൃശ്യ ശക്തി സാക്ഷിയുടെ മുടി പിടിച്ചു വലിക്കുന്നത്. പിന്നെ പറയണ്ടല്ലോ, സാക്ഷ തന്റെ ജീവനും കൊണ്ട് അവിടെ നിന്ന് ഓടി. എന്നാൽ ലാൻസും മറ്റുള്ളവരും ഇവിടെ എന്താ നടക്കുന്നതെന്നറിയാതെ അന്തം വിട്ട് നിൽക്കുക. എന്നെ കൊണ്ട് വയ്യ, ഞാനിവിടെ നിൽക്കില്ല എന്ന് പറഞ്ഞ് സാക്ഷ ഒത്തിരി ബഹളം വെക്കുന്നുണ്ടെങ്കിലും ലാൻസ് അവളെ കാര്യങ്ങളൊക്കെ പറഞ്ഞ് മനസ്സിലാക്കി. അവര് ഇതുവരെ 5 സ്ഥലങ്ങളിലേക്ക് പോയി 5 എപ്പിസോഡ് ഷൂട്ട് ചെയ്തെങ്കിലും ഇങ്ങനൊരു അനുഭവം ഇതാദ്യമായിട്ടാണ്. ലാൻസ് തങ്ങൾക്കൊരു റിയൽ പാരനോർമൽ ഫൂട്ടേജ് കിട്ടിയ സന്തോഷത്തിലാണ്. ജെയിംസ് വേഗം തന്നെ സാക്ഷിയെ സേഫ് ആയിട്ട് മെയിൻ ഹോളിലേക്ക് കൊണ്ടുപോയി. ശേഷം തിരിച്ച് മുകളിലേക്ക് തന്നെ വന്ന് അവർ ആ പ്രേതവുമായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാനായിട്ട് ഒത്തിരി ശ്രമിച്ചു. ലാൻസിനാകെ ഭ്രാന്ത് പിടിക്കാൻ തുടങ്ങി. പ്രേതം ഒന്ന് മുന്നിലേക്ക് വാ, വേണമെങ്കിൽ എന്റെ മുടി പിടിച്ചു വലിച്ചോ. ഒത്തിരി നേരം അവർ ആ ഇടനാഴിയിൽ കാത്തു നിന്നെങ്കിലും യാതൊന്നും തന്നെ സംഭവിക്കുന്നില്ല. ആ ഒരു നിരാശയില് ലാൻസ് ചറ പറന്ന് ആ ഇടനാഴിയില് ഫോട്ടോസ് എടുക്കുന്നുണ്ട്. ആ ഫോട്ടോസിലൊക്കെ തന്നെ പലതരത്തിലുള്ള നിഴൽ രൂപങ്ങൾ പതിഞ്ഞിരുന്നു. ആ ഫോട്ടോസ് ഒക്കെ തന്നെ ഡെവലപ്പ് ചെയ്താൽ മാത്രമേ ആ പ്രേത രൂപങ്ങളൊക്കെ അവർക്ക് കാണാൻ കഴിയുള്ളൂ. മതി, നമുക്ക് എത്രയും പെട്ടെന്ന് ഇറങ്ങാന്ന് പറഞ്ഞ ലാൻസും മറ്റുള്ളവരും മെയിൻ ഹോളിലേക്ക് നടന്നെങ്കിലും അവർക്കിപ്പോ മെയിൻ ഡോറിന്റെ അടുത്തേക്ക് പോകാനുള്ള വഴി മനസ്സിലാവുന്നില്ല. എങ്ങോട്ട് പോയാലും ഒടുവില് കറങ്ങി തിരിഞ്ഞു വന്ന് നിൽക്കുന്നത് ഒരേ സ്ഥലത്താണ്. പിന്നെ എങ്ങനെയൊക്കെയോ ഒരു വിധത്തിൽ അവര് മെയിൻ ഹാളിലെത്തി. അവിടെ എത്തിയ പാടെ തന്നെ ലാൻസ് മാറ്റിനെ വഴക്ക് പറയുന്നുണ്ട്. ഞങ്ങള് വഴി അറിയാതെ നിന്നെ എത്ര തവണ വാക്കി ടോക്കി വഴി കോണ്ടാക്ട് ചെയ്ത് നോക്കി, നീ എന്താ റെസ്പോൺസ് ചെയ്യാതിരുന്ന്? ഈ കിട്ടിയ ഫൂട്ടേജ് ഒക്കെ മതി, നമുക്ക് എത്രയും പെട്ടെന്ന് സ്ഥലം വിടാം. വേഗം തന്നെ എല്ലാം പാക്ക് ചെയ്യാൻ പറഞ്ഞ് ലാൻസ് ആകെ ദേഷ്യത്തിലാണ്. കാരണം അവൻ പ്രേതത്തെ വിളിച്ചിട്ട് വന്നില്ലല്ലോ. അങ്ങനെ മാറ്റ് ആണെങ്കില് ആ ബിൽഡിങ്ങിനകത്ത് പല ഭാഗത്തായിട്ട് ഫിക്സ് ചെയ്തിരുന്ന ക്യാമറയൊക്കെ എടുക്കാനായിട്ട് തനിച്ചാണ് പോയത്. അപ്പോഴാണ് മുകളിലെ ആ ജനാല തുറന്നു കിടക്കുന്നത് മാറ്റ് കാണുന്നത്. മാറ്റ് വേഗം തന്നെ ലാൻസിനെ വാക്കി ടോക്കി വഴി കോണ്ടാക്ട് ചെയ്യാൻ നോക്കിയെങ്കിലും നായകന്റെ ഭാഗത്തു നിന്ന് യാതൊരു പ്രതികരണം ഉണ്ടായിരുന്നില്ല. അപ്പോ തൊട്ടടുത്ത മുറിയിലെ എന്തൊക്കെയോ തട്ടി മറിച്ചിടുന്ന ശബ്ദം കേട്ട് മാറ്റ് ആ മുറിയിലേക്ക് കയറി പോകുന്നത് നമ്മളെ കാണിക്കുന്നുണ്ട്. പിന്നെ മാറ്റിന്റെ യാതൊരു ഒച്ചയനക്കുമില്ല. അവൻ എന്ത് പറ്റിയെന്നറിയില്ല. മറുവശത്ത് ക്യാമറ എടുക്കാനായിട്ട് പോയ മാറ്റ് ഇപ്പൊ വരുമെന്ന് കരുതി മറ്റ് 4 പേരും കാത്തിരിക്കന്നെ. മാറ്റിനെ ഇത്ര നേരമായിട്ടും കാണാനില്ല. ഇപ്പോ എന്തായാലും പുലർച്ചെ ഒരു 5:30 കഴിഞ്ഞു. ഇനി അധികം സമയമില്ല നേരം വെളുക്കാൻ. ഏതായാലും കെയർടേക്കർ കെന്നി വന്ന് ഡോറ് തുറന്ന അവർക്ക് പുറത്തേക്ക് കിടക്കാം. എന്നാലും മാറ്റ് ഇതെവിടെ പോയിന്ന് അറിയണ്ടേ? വാ നമുക്ക് നോക്കാന്ന് പറഞ്ഞ് നായകനും മറ്റുള്ളവരും മാറ്റിനെ തെരഞ്ഞ് മുകളിലേക്ക് പോയി. അവരങ്ങോട്ട് ചെന്ന് നോക്കുമ്പോ ഇടനാഴിയില് മാറ്റിന്റെ 2 ബാഗും ക്യാമറകളൊക്കെ താഴെ കിടക്കുന്നുണ്ട്. പക്ഷേ മാറ്റിനെ മാത്രം അവിടെ കാണാനില്ല. അവര് പല ഭാഗത്തേക്കായിട്ട് സ്പ്ലിറ്റായി മാറ്റിനെ തെരയാൻ തുടങ്ങി. ജാക്ക് അങ്ങനെ മുകളിലുള്ള സ്റ്റെയറിനടുത്ത് എന്തൊക്കെയോ തട്ടിയിടുന്ന ശബ്ദം കേട്ട് അത് മാറ്റാണെന്ന് കരുതി മുകളിലേക്ക് കയറിപ്പോയി. പെട്ടെന്ന് ആരും ഒരാള് ജാക്കിനെ പിറകിൽ നിന്ന് താഴേക്ക് തള്ളിയിട്ടു. അതാരാന്ന് ജാക്കിനെ കാണാൻ കഴിഞ്ഞില്ല. അവിടെ ആരും ഉണ്ടായിരുന്നില്ല. ആ ബഹളൊക്കെ കേട്ട് അങ്ങോട്ട് ഓടി വന്ന ലാൻസും കൂട്ടുകാരും ജാക്കിനെ എണീപ്പിച്ച് മെയിൻ ഡോറിന്റെ അടുത്തേക്ക് പോയി. മാറ്റിനെ അവർക്ക് കണ്ടെത്താനും കഴിഞ്ഞില്ല. ഇനി സഹായത്തിനായിട്ട് ആ കെയർടേക്കറെ ഫോൺ ചെയ്തു നോക്കി. പക്ഷേ ഫോണിലെ സിഗ്നൽ ഉണ്ടായിരുന്നില്ല. അങ്ങനെ ആ ഒരു പ്രതീക്ഷയും പോയി. എന്നാൽ ജാക്ക് ആവട്ടെ ആകെ ഭയന്നിരിക്കുകയാണ്. ഒരു നിമിഷം പോലും ഞാനിനി ഇതിനകത്ത് നിൽക്കില്ല. എന്നെ അദൃശ്യമായി എന്തോന്ന് തള്ളിയിട്ടതാണ്. ഞാൻ പോവാന്ന് പറഞ്ഞ് അവൻ സ്ട്രക്ചർ തള്ളിക്കൊണ്ട് വന്ന് ആ മെയിൻ ഡോറ് തള്ളി തുറക്കാൻ ശ്രമിക്കുന്നുണ്ട്. ലാൻസ് അവനെ പരമാവധി സമാധാനിപ്പിച്ചു നോക്കി. സമയം ഇപ്പോ 6 മണി കഴിഞ്ഞു. ഒരു 5-10 മിനിറ്റ് നിനക്ക് കാത്തിരിക്കാൻ പറ്റില്ലേ? കുറച്ചു കഴിഞ്ഞ ആ കെയർടേക്കർ വന്ന് ഡോറ് തുറന്ന നമുക്ക് പുറത്തേക്ക് കടക്കാലോ. എന്തൊക്കെ പറഞ്ഞു നോക്കിയിട്ടും ജാക്ക് അതൊന്നും കേൾക്കാൻ തയ്യാറല്ല. അവൻ എത്രയും പെട്ടെന്ന് ഇവിടെ നിന്ന് പുറത്തേക്ക് കടന്നേ പറ്റൂ. എനിക്ക് എന്റെ കുഞ്ഞിനെ കാണണം, എനിക്ക് സമാധാനമായിട്ട് ഒന്ന് ഉറങ്ങണമെന്ന് പറഞ്ഞ് ജാക്ക് ഇങ്ങനെ ബഹളം വെച്ചോണ്ടിരുന്നു. എന്നാ ശരി നമുക്ക് ഡോർ തുറക്കാന്ന് പറഞ്ഞ ലാൻസും അവനെ മെയിൻ ഡോർ തുറക്കാനായിട്ട് സഹായിക്കുന്നുണ്ട്. ആ മെയിൻ ഡോറും തുറന്ന് പുറത്തേക്ക് ഇറങ്ങിയെന്ന് കരുതിയെങ്കിൽ അത് തെറ്റി. ആ ഡോർ തുറന്ന് നോക്കിയപ്പോ അത് എക്സിറ്റ് അല്ല, മറിച്ച് അതൊരു ഇടനാഴിയാണ്. അവരവിടെയുള്ള എല്ലാ എക്സിറ്റ് ഡോറും ഒരു കണക്കിന് തള്ളി തുറന്നു നോക്കിയെങ്കിലും എങ്ങനെ നോക്കിയാലും അവര് വന്നു നിൽക്കുന്നത് ഒരേ സ്ഥലത്ത് തന്നെയാണ്. എങ്ങോട്ട് പോണെന്നോ എങ്ങനെ തിരിച്ചു പോകണമെന്ന് അവർക്ക് യാതൊരു പിടുത്തവും കിട്ടുന്നില്ല. ഓരോ സെക്കൻഡിലും ആ ബിൽഡിങ്ങിലെ പല സ്ഥലങ്ങളും മാറിക്കൊണ്ടിരുന്നു. ചിലപ്പോ വന്ന വഴി തന്നെ കാണില്ല. സമയം ഇപ്പോ രാവിലെ 8:45. എന്നിട്ടും വെളിയില് ഒരു തരി വെട്ടാൻ പോലും കാണാനില്ല. അതോടുകൂടി ഇതവര് ചിന്തിക്കുന്നത് പോലെയുള്ള കാര്യങ്ങളല്ലാന്ന് മനസ്സിലായി. രാവിലെ 9 മണിയായിട്ടും സൂര്യൻ ഉദിച്ചിട്ടില്ല, കെയർടേക്കർ വന്നിട്ടില്ല. അവരാകെ പാനിക്കായി പുറത്തേക്ക് രക്ഷപ്പെടാനായിട്ട് പല ഡോറുകളും ചവിട്ടി തുറന്നു നോക്കി. ഒരു രക്ഷയില്ല. എങ്ങനെ നോക്കിയിട്ടും ഇവരെ കൊണ്ട് പുറത്തേക്ക് കടക്കാൻ കഴിയുന്നില്ല. ഇപ്പൊ സമയം ഉച്ചയ്ക്ക് 1:12. എന്നിട്ടും പുറത്ത് ഒരു തരി വെട്ടാൻ പോലും ഇല്ല. നേരം വെളുത്തിട്ടില്ല. ഇന്നലെ രാത്രി ആരും തന്നെ ഉറങ്ങിയിട്ടില്ലല്ലോ. എല്ലാവരും ആകെ ടയേർഡായി നല്ല
നല്ലതുപോലെ കിടന്നുറങ്ങുന്നുണ്ട്. ഒരു 8 മണിക്കൂർ കഴിഞ്ഞതും ആ ഹാളിലെ ഓണാക്കി വെച്ചിരുന്ന ലൈറ്റ് അതങ്ങ് പടക്കോന്ന് പറഞ്ഞ് താഴേക്ക് മറിഞ്ഞു വീണു. അല്ല, അതാരോ മറിച്ചിട്ടതാണ്. ആ ലൈറ്റ് ആരാ തട്ടി മറിച്ചിട്ടേന്ന് ആർക്കും യാതൊരു പിടുത്തവുമില്ല. ഉള്ള വെട്ടം കൂടി ഇല്ലാതായി. ഇനി അവരുടെ കയ്യില് ഒരു ടോർച്ചും ക്യാമറയുടെ ഫ്ലാഷ് ലൈറ്റും മാത്രമേ ഉള്ളൂ. ഇനി അവർക്ക് കഴിക്കാൻ ഫുഡും ഇല്ല. 2 ബോട്ടില് വെള്ളം മാത്രമേ ഉള്ളൂ. കൊണ്ടുവന്നിരുന്ന ഫുഡൊക്കെ അഴുകി നാശമായി പോയി. കണ്ടിട്ട് ഒരുപാട് ദിവസങ്ങളായതുപോലെ. ഈ ഒരു സമയത്ത് ജാക്ക് പറയും, നമുക്ക് മുകളില് റൂഫിലേക്ക് പോയി പൈപ്പ് വഴി താഴേക്ക് ഇറങ്ങാം. അതല്ലാതെ പുറത്തേക്ക് കിടക്കാൻ യാതൊരു മാർഗവുമില്ല. അങ്ങനെ അവര് റൂഫിലേക്ക് പോവാനായിട്ട് മുകളിലേക്ക് കയറി പോകുന്നുണ്ട്. എല്ലാവരും ആകെ പേടിച്ച് വിറച്ചാണ് പോണത്. കാരണം ഓരോ ഇടനാഴിയിലും എന്തൊക്കെയോ വിചിത്രമായ ശബ്ദങ്ങൾ അവരെ പിന്തുടരുന്നത് പോലെ. അവിടെ റൂഫിലേക്കുള്ള ആക്സിഡന്റ് ബോർഡൊക്കെ കാണാം. എല്ലാവർക്കും ഒരേ സന്തോഷം, എങ്ങനെയെങ്കിലും മുകളിൽ എത്തിയല്ലോ. എന്നാലോ മുകളിലേക്ക് ചെന്ന് നോക്കുമ്പോ അവിടെ എക്സിറ്റ് ഇല്ല, വെറും ചുമര് മാത്രമേ ഉള്ളൂ. പെട്ടെന്ന് ഈ ഒരു സമയത്താണ് കുറച്ച് ദൂരെ നിന്ന് കാണാതായ മാറ്റിന്റെ അലർച്ച കേൾക്കുന്നത്. അവൻ മരണഭയത്തില് അലറിക്കരയുന്നത് പോലെ. പെട്ടെന്ന് തന്നെ അവര് മാറ്റിന്റെ കരച്ചിൽ കേട്ട ആ ഭാഗത്തേക്ക് ഓടിച്ചെന്നു. അവിടെ മാറ്റിനെ കാണാനില്ല. ഇത് കണ്ടപാടെ തന്നെ അവരെ അലറി വിളിച്ചുകൊണ്ട് അവിടെ നിന്ന് ഓടി രക്ഷപ്പെട്ട് ഒരു മുറിക്കകത്ത് കയറി ഒളിച്ചിരുന്നു. കുറച്ച് സമയം എല്ലാവരും ചെറുതായിട്ടൊന്ന് മയങ്ങി. കാരണം വിശപ്പ്, ദാഹം കൊണ്ട് അവരാകെ ടയേർഡായിരുന്നു. എന്നാൽ കുറച്ചു സമയം കഴിഞ്ഞ് സാക്ഷിക്ക് തന്റെ പുറം വല്ലാതെ വേദനിക്കാൻ തുടങ്ങി. അവര് അതെന്താന്നറിയാനായിട്ട് ചെക്ക് ചെയ്ത് നോക്കുമ്പോ സാക്ഷിയുടെ പുറത്ത് ഹലോ എന്ന് ആരോ നഖം വെച്ച് കോറി വരച്ചിരിക്കുകയാണ്. ഇതേ സമയം മാറ്റിനെ കുറിച്ച് ചിന്തിച്ച് ആകെ അപ്സെറ്റ് ആയ നായകൻ മാറ്റിനെ വാക്കി ടോക്കി വഴി കോണ്ടാക്ട് ചെയ്യാൻ ശ്രമിച്ചുകൊണ്ടിരുന്നു. കാരണം അവന്റെ കരച്ചിൽ കേട്ടതല്ലേ. എന്നാൽ ഇത്തവണ മാറ്റ് ആ വാക്കി ടോക്കിൽ സംസാരിക്കുന്നുണ്ട്. അവൻ ഹലോ എന്ന് മാത്രം പറഞ്ഞു, പിന്നൊന്നും സംസാരിക്കുന്നില്ല. അപ്പോ മാറ്റിനൊന്നും സംഭവിച്ചിട്ടില്ല. അവൻ ഇവിടെ എവിടെയെങ്കിലും മറഞ്ഞിരിക്കുന്നുണ്ടാവും. നമുക്ക് എത്രയും പെട്ടെന്ന് മാറ്റിനെ കണ്ടെത്തിയേ പറ്റൂന്ന് പറഞ്ഞ് ലാൻസ് മറ്റുള്ളവരെയും കൊണ്ട് മാറ്റിനെ തെരഞ്ഞിറങ്ങി. അവര് ഓരോരോ മുറികളായിട്ട് കയറി ചെക്ക് ചെയ്ത് നോക്കുമ്പോ അവർക്ക് പിന്നിലായി ആരോ ഒരാള് കോറിഡോറിലൂടെ പാസ് ചെയ്ത് പോകുന്നുണ്ട്. അവരത് മാറ്റാണെന്ന് കരുതി ആ മുറിയിലേക്ക് ചെന്ന് നോക്കുമ്പോ കാണുന്നത് ഹോസ്പിറ്റലിലെ ഗൗണൊക്കെ ഇട്ട് ഒരു സ്ത്രീയാണ്, മാറ്റല്ല. ലാൻസ് ഹലോ, നിങ്ങൾ ആരാന്ന് ചോദിക്കല്ല, ഒരൊറ്റ അലർച്ചയാണ്. പിന്നെ പറയണ്ടല്ലോ, അവരെല്ലാവരും ജീവനം കൊണ്ട് 4 ഭാഗത്തേക്കായിട്ട് ഓടിപ്പോയി. ജെയിംസ് ആവട്ടെ കോറിഡോറിൽ അങ്ങനെ ഒറ്റപ്പെട്ട് നിൽക്കുക. മറ്റു 3 പേരെയും കാണാതെ അവരെ തെരഞ്ഞു നടക്കുകയാണ്. അപ്പോ നമ്മളെ കാണിക്കുന്നുണ്ട് ഒരു ഡോറ് അങ്ങനെ തനിയെ തുറന്ന് ഏതോ ഒരു അദൃശ്യ ശക്തി ജെയിംസിനെ പിടിച്ചു വലിച്ചോണ്ട് പോയി തറയിലടിച്ച് ആ സ്പോട്ടിൽ തന്നെ ജെയിംസിനെ കൊന്നുകളഞ്ഞു. മറുവശത്ത് ലാൻസ് മറ്റു 2 പേരെയും കണ്ടെത്തി. പക്ഷേ ജെയിംസിന് എന്ത് പറ്റി, മാറ്റ് എവിടെ പോയി അറിയില്ല. ഇനി എത്ര നേരം ക്യാമറയിലെ ബാറ്ററി കാണുമെന്ന് അറിയില്ല എന്ന് പറഞ്ഞ ലാൻസ് ക്യാമറയുടെ ഫ്ലാഷ് ലൈറ്റ് ഓഫാക്കി. അവർ ആ മുറിയിലെ ഒരല്പം നേരം ഉറങ്ങുന്നുണ്ട്. എന്നാൽ കുറച്ച് സമയം കഴിഞ്ഞ് ഉറക്കത്തിൽ നിന്ന് എണീറ്റ് അവർക്കത് കണ്ട് വിശ്വസിക്കാനേ കഴിഞ്ഞിരുന്നില്ല. അവരുറങ്ങുന്ന സമയത്ത് ആരോ അവരുടെ 3 പേരുടെ കയ്യിലും ഹോസ്പിറ്റലിന്റെ ബ്രേസ്ലെറ്റ് കെട്ടിയിരുന്നു. അതും അവരുടെ പേരും വയസ്സും എല്ലാം അതിൽ എഴുതിയിരുന്നു. അത് കണ്ട സാക്ഷ തനിക്കിനി പറ്റത്തില്ല, എങ്ങനെയെങ്കിലും പുറത്തേക്ക് കടന്നാ മതി എന്ന് പറഞ്ഞ് കരഞ്ഞ് ബഹളം വെക്കുന്നുണ്ട്. ആ ഒരു സമയത്ത് ഡോറും പൊളിച്ചോണ്ട് ഒരു കൈ വന്ന് സാക്ഷയുടെ കഴുത്ത് പിടിച്ച് ഞെരിച്ചു. ഒരു കണക്കിന് അവർ ആ സാധനത്തിന്റെ കയ്യിൽ നിന്ന് രക്ഷപ്പെട്ട് അവര് 3 പേരും ഓടിക്കൊണ്ടേയിരുന്നു. അങ്ങനെയാണ് അവർ ആ കാഴ്ച കാണുന്നത്. കാണാതായ മാറ്റ് പേഷ്യൻസിന്റെ ഗൗണൊക്കെ ഇട്ട് പ്രേതം കയറിയതുപോലെ ഇരിക്കുന്നു. എന്തൊക്കെ ചോദിച്ചിട്ടും അവനൊരു അക്ഷരം മിണ്ടുന്നില്ല. നീ ഇത്ര നേരം എവിടെയായിരുന്നു? നിനക്ക് ഈ ഡ്രസ്സൊക്കെ എവിടുന്ന കിട്ടിയത്? പറ, നീ ആരെങ്കിലും കണ്ടോ? മാറ്റ്, നിനക്ക് പുറത്തേക്ക് കടക്കാനുള്ള വഴി അറിയോ? എന്തെങ്കിലും ഒന്ന് വാ തുറന്ന് പറയടാ. അതിന് മാറ്റ് പേടിച്ച് കരഞ്ഞോണ്ട് പറയും, നിങ്ങൾ ആരും പേടിക്കണ്ട, നമുക്ക് എല്ലാവർക്കും വീട്ടിലേക്ക് പോവാം, നമ്മുടെ അസുഖങ്ങളൊക്കെ മാറിക്കഴിഞ്ഞ. മാറ്റ് ഇങ്ങനെ പരസ്പര ബന്ധമില്ലാത്ത കാര്യങ്ങളൊക്കെ പറഞ്ഞ് കിളി പോയതുപോലെ ചിരിക്കാൻ തുടങ്ങി. അവർക്ക് മനസ്സിലായി മാറ്റിനോട് കൂടുതലൊന്നും ചോദിച്ചിട്ട് യാതൊരു കാര്യമില്ല. അവനാകെ പേടിച്ചിരിക്കാണ്. അതുകൊണ്ടാണ് ഈ പിച്ചിയും പെയ്യൊക്കെ പറയുന്നത്. എന്തായാലും മാറ്റിനെ കണ്ടെത്തിയില്ലേ, അത് മതി. അങ്ങനെ മാറ്റും ജാക്കും നല്ല ഉറക്കത്തിലാണ്. സാക്ഷിക്ക് ഉറങ്ങുന്ന കാര്യം ചിന്തിക്കാൻ പോലും വയ്യ. കാരണം അവരിപ്പോ തനിച്ചല്ലെന്ന് അവർക്കറിയാം. അവരോടൊപ്പം കുറെ പ്രേതങ്ങളും ഉണ്ട്. അടുത്തതിനി എന്ത് സംഭവിക്കുമെന്ന് യാതൊരു പിടുത്തവുമില്ല. പെട്ടെന്ന് ലാൻസിന്റെ കയ്യിലെ ഫ്ലാഷ് ലൈറ്റ് ഓഫായി. സാഷയുടെ അലറി വിളിച്ചുള്ള കരച്ചിൽ കേൾക്കാം. ലാൻസ് ലൈറ്റ് ഓണാക്കി നോക്കുമ്പോ ആ മുറിയിലെ ചുമര് നിറയെ ഒരുപാട് കൈകളായിരുന്നു. അവരെല്ലാവരും തന്റെ ജീവനം കൊണ്ട് ഓടി ഒരു കണക്കിന് താഴെ നിലയിലെത്തി. ബാത്റൂമിനകത്ത് കയറി അവരെല്ലാവരും ഒരുമിച്ച് ഒളിച്ചിരുന്നു. എന്തായാലും അധിക നേരം ഇതിനകത്തിരിക്കുന്നത് അത്ര സേഫ് അല്ല, നമുക്ക് മറ്റൊരു മുറിയിലേക്ക് പോവാന്ന് പറഞ്ഞ ലാൻസ് മറ്റുള്ളവരെയും കൂട്ടി വെളിയിലേക്ക് ഇറങ്ങുമ്പോ മാറ്റ് ആവട്ടെ ടബിലുള്ള ബ്ലഡ് നോക്കി പ്രേതം കയറിയതുപോലെ നിൽക്കുകയാണ്. എത്ര വിളിച്ചിട്ടും മാറ്റ് വരുന്നില്ല. പെട്ടെന്ന് ആ ടബിൽ നിന്നൊരു പ്രേതം എണീറ്റ് വന്ന് ജാക്കിനെ ആ ടബിനകത്തേക്ക് പിടിച്ചു വലിച്ചോണ്ട് പോയി. അവരാകെ ഭയന്നു പോയി. ആ ടബിനകത്തെ ബ്ലഡ് ഒക്കെ കളഞ്ഞെങ്കിലും ജാക്കിനെ ആ ടബിനകത്ത് കാണാനില്ല. ആ പ്രേതം അവനെ പിടിച്ചോണ്ട് പോയിരുന്നു. ഒരു ഭാഗത്ത് സാക്ഷ്യം നിന്ന് കരയുന്നുണ്ട്, മറ്റൊരു ഭാഗത്ത് മാറ്റ് കിളി പോയതുപോലെ നിന്ന് ചിരിച്ചോണ്ടിരുന്നു. തുടർന്ന് അവരെ എങ്ങനെയെങ്കിലും പുറത്തേക്ക് രക്ഷപ്പെടാനായിട്ട് വർക്ക് ചെയ്യാതെ കിടന്നിരുന്ന ഒരു ലിഫ്റ്റ് കണ്ടെത്തി. അതിന്റെ
പ്രേതത്തിന്റെ ഡോറ് തുറക്കാനായിട്ട് എന്തെങ്കിലും ഇരുമ്പ് കമ്പി കിട്ടുമെന്ന് അറിയാനായിട്ട് ലാൻസ് അവിടെയുള്ള മുറികളിലൊക്കെ കയറി തെരഞ്ഞു നോക്കി. ഒടുക്കം ഒരു കമ്പി എടുത്ത് അവൻ പുറത്തേക്ക് ഇറങ്ങുമ്പോഴാണ് ലാൻസ് ആ കാഴ്ച കാണുന്നത്. ഒരു മനുഷ്യന്റെ അറുത്തെടുത്ത നാക്ക്. ആ ഒരു കാഴ്ച കണ്ട ലാൻസ് അവിടെ നിന്ന് ഓടി രക്ഷപ്പെട്ട് ആ ലിഫ്റ്റിന്റെ ഡോറ് എങ്ങനെയൊക്കെയോ തുറന്നു. താഴേക്ക് ഏണിയുണ്ട്, അതുവഴി താഴേക്ക് ഇറങ്ങി എങ്ങനെയെങ്കിലും പുറത്തേക്ക് കിടക്കാം. എന്നാൽ അപ്പോഴേക്കും ആ പ്രേതത്തിന്റെ അലർച്ച അവരുടെ അടുത്തേക്ക് വരുന്നത് പോലെ. ആകെപ്പാടെ ദേഷ്യം വന്ന ലാൻസ് ഇന്ന് പ്രേതാണോ അതോ താനാണോ എന്ന് നോക്കാന്ന് പറഞ്ഞ് ഒരു ഇരുമ്പ് കമ്പിയായിട്ട് തനിച്ച ഇടനാഴിയിലേക്ക് ഓടി. അപ്പോ സാക്ഷ അവനോട് പറയുന്നുണ്ട്, ലാൻസ് നീ അങ്ങോട്ട് പോവല്ലേ, അത് ആപത്താണ്. അങ്ങനെ നായകനെ രക്ഷിക്കാനായിട്ട് സാക്ഷ അവന്റെ അടുത്തേക്ക് ഓടി ചെന്നു. ഈ ഒരു സമയത്ത് മാറ്റ് കിളി പോയതുപോലെ ക്യാമറയും പിടിച്ചോണ്ട് നിൽക്കുകയാണ്. എന്നിട്ട് ലാൻസ് കഷ്ടപ്പെട്ട് തുറന്ന ലിഫ്റ്റിന്റെ ഡോറില്ലേ അതുവഴി താഴേക്കെടുത്ത് ഒരൊറ്റ ചാട്ടം. ഒരു വിധത്തിൽ അവര് പ്രേതത്തിന്റെ കയ്യിൽ നിന്ന് രക്ഷപ്പെട്ട് മാറ്റിനെ തെരഞ്ഞു ചെല്ലുമ്പോ അവൻ ലിഫ്റ്റിന്റെ ഡോറിലൂടെ താഴേക്ക് ചാടി മരിച്ചിരുന്നു. ഈ ഒരു കാഴ്ച താങ്ങാനാവാതെ സാക്ഷ കരയുന്നുണ്ട്. എങ്ങനെയെങ്കിലും നമുക്ക് പുറത്തേക്ക് കടക്കണം. ഇന്ന് രാവിലെ ആ കെയർ ടേക്കർ തുരങ്കത്തിലേക്കുള്ള വഴി കാണിച്ചു തന്നിരുന്നു. ആ ടണല് മൊത്തം 6 ബിൽഡിംഗിലേക്ക് കണക്റ്റഡ് ആണ്. ആ തുരങ്കത്തിൽ എവിടെയെങ്കിലും പുറത്തേക്കുള്ള ഡോറ് കാണാതിരിക്കില്ല. പക്ഷേ അവർ എത്ര തന്നെ ആ തുരങ്കത്തിലൂടെ നടന്നാലും പിന്നെയും വന്നു നിൽക്കുന്നത് ഒരേ സ്ഥലത്താണ്. അത് മാത്രമല്ല സാക്ഷ ഒത്തിരി വീക്കായി. അവൾക്കൊരു അടി പോലും നടക്കാൻ വയ്യ. രക്തമൊക്കെ വോമിറ്റ് ചെയ്യാൻ തുടങ്ങി. അങ്ങനെ കുറച്ചുനേരം അവൾക്ക് വിശ്രമിക്കാനായിട്ട് ലാൻസ് സാക്ഷിയെ ഒരു സ്ഥലത്തിരുത്തി. ആ ഒരു സമയത്ത് തുരങ്കത്തിലൂടെ വെളുത്ത പുക അവരുടെ അടുത്തേക്ക് വന്നോണ്ടിരുന്നു. ആ ഒരു സെക്കൻഡിൽ തന്നെ കൂടെ ഉണ്ടായിരുന്ന സാക്ഷിയെ ഇപ്പൊ കാണാനില്ല. ഈ ഒരു സെക്കൻഡ് കൊണ്ട് അവൾ ഇതെവിടെ പോയി? അവസാനം ആ തുരങ്കത്തിലെ ലാൻസ് തനിച്ചായി. വിശപ്പും ദാഹവും അവന് സഹിക്കാൻ കഴിയുന്നില്ല. ആകെ ഭ്രാന്ത് പിടിച്ച അവസ്ഥയിലായ നായകൻ ആ തുരങ്കത്തിലെ എലികളെയൊക്കെ പിടിച്ച് തിന്നുന്നുണ്ട്. അവനും തന്റെ കൺട്രോൾ നഷ്ടപ്പെട്ടതുപോലെയായി. അവസാനം അവൻ ആ തുരങ്കത്തിലൂടെ തനിയെ നടന്ന് ഒരു ഡോറ് കണ്ടെത്തി. ഞാൻ രക്ഷപ്പെട്ടു എന്ന് പറഞ്ഞ് അവൻ ആ ഡോറ് പുറത്തേക്കുള്ള എക്സിറ്റ് ആണെന്ന് കരുതി ഡോറ് തുറന്നെങ്കിലും അത് എക്സിറ്റ് ആയിരുന്നില്ല. അതൊരു ഓപ്പറേഷൻ തിയേറ്റർ ആണ്. ആ സൈക്കോ ഡോക്ടർ പേഷ്യൻസിലെ അതിക്രൂരമായ പരീക്ഷണങ്ങളൊക്കെ ചെയ്തു നോക്കിയിരുന്നത് ഈ ഒരു തിയേറ്ററിലായിരുന്നു. അതിനകത്ത് ഒരുപാട് പേഷ്യൻസിന്റെ ഒത്തിരി ഫോട്ടോസ് ഉണ്ടായിരുന്നു. ലാൻസ് അതൊക്കെ കണ്ടാകെ പേടിച്ചറിന്റെ കുറച്ച് മുന്നോട്ട് ചെന്ന് നോക്കുമ്പോ അവിടെ ഏതാണ്ട് ഒരു സിമ്പലൊക്കെ വരച്ച് തലയോട്ടി കൊണ്ട് ദുർമന്ത്രവാദമൊക്കെ ചെയ്തിരിക്കുന്നത് കാണും. ഈ ഒരു സമയത്ത് ആ സൈക്കോ ഡോക്ടറും തന്റെ പേഷ്യൻസിനെ ഓപ്പറേറ്റ് ചെയ്യുന്നത് ഒരു വിഷ്വല് പോലെ അവന് കാണാം. ഇതൊരിക്കലും സാധ്യമല്ല. ഇതൊക്കെ തന്റെ തോന്നലാണോ? അവന് യാതൊരു പിടുത്തവുമില്ല. ഈ ഒരു കാഴ്ച കണ്ട് ആകെ പേടിച്ചു പോയവൻ കുറച്ച് പിറകോട്ട് നടക്കുമ്പോ അവൻ താഴെ കിടന്നിരുന്ന എന്തോന്ന് ചവിട്ടുന്നുണ്ട്. നോക്കുമ്പോ അത് ആ തലയോട്ടിയാണ്. പിന്നെ കേൾക്കുന്നത് ലാൻസിന്റെ കരച്ചില് മാത്രമാണ്. ഞാൻ ഭ്രാന്തനല്ല, എനിക്ക് ഭ്രാന്തില്ല, എന്നെ വിട്ടേക്ക്, എനിക്ക് ഒരു കുഴപ്പമില്ലാന്ന് പറഞ്ഞ്. അടുത്ത സീനിലെ തലയ്ക്ക് മുറിവേറ്റ ലാൻസ് മയക്കത്തിൽ നിന്ന് കണ്ണു തുറന്നിട്ട് ക്യാമറ നോക്കിയിട്ട് പറയും, ഞാനിപ്പോ ഓക്കെയാണ്, ഐ എം സോ മച്ച് ബെറ്റർ നൗ, എനിക്കിപ്പോ വീട്ടിലേക്ക് പോവാന്ന് പറഞ്ഞ് ലാൻസ് ക്യാമറ ഓഫ് ചെയ്യുന്നത് കാണിച്ചാണ് ഗ്രേവ് എൻകൗണ്ടേഴ്സ് എന്ന ഈ ഒരു ഹൊറർ ചിത്രത്തിന്റെ ഫസ്റ്റ് പാർട്ട് അവസാനിക്കുന്നത്. നമ്മുടെ കഥാനായകൻ വീട്ടിലേക്ക് പോയോ, അവൻ ഈ ഒരു ലൂപ്പിൽ നിന്ന് പുറത്തേക്ക് കടന്നോ, ഇതൊക്കെ ഗ്രേവ് എൻകൗണ്ടേഴ്സിന്റെ 2ാം ഭാഗത്തിൽ കാണിക്കുന്നുണ്ട്. അപ്പോ മറക്കണ്ട, സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, സപ്പോർട്ട് ചെയ്യാം. താങ്ക്